ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പോസ്റ്റ് മെനപ്പോസൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം എന്താണ് മെനപ്പോസ്, അതായത് ആർത്തവ വിരാമം. സ്ത്രീകളിൽ ആർത്തവം ഉണ്ടാകുന്നത് അവരുടെ ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ഒരു സിങ്ക്രണയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ആർത്തവം ഉണ്ടാക്കുന്നത് പ്രൊജസ്ട്രോൺ വിഡ്രോവലാണ് സ്ത്രീകളിൽ. എന്നിരുന്നാൽ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ 40കളിലോ 50കളിലോ ഒക്കെ ആയിട്ട് സ്ത്രീകളിൽ അവരുടെ ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും ഓവറിയുടെ ഫംഗ്ഷൻ നിലയ്ക്കുകയും അങ്ങനെ ആർത്തവം പൂർണ്ണമായിട്ട് നിന്നു പോവുകയും മെൻസസ് നിന്നു പോവുകയും ചെയ്യും. ആ സമയത്ത് എന്തൊക്കെ സിംറ്റംസാണ് സ്ത്രീകൾക്ക് സാധാരണ വരിക? അപ്പോൾ വാസോമോട്ടോർ സിംറ്റംസ് എന്ന് പറയും. അതായത് ഹോട്ട് ഫ്ലാഷസ്, വല്ലാതെ ചൂടായി അനുഭവപ്പെടുക, രാത്രികാലങ്ങളിൽ വലിയ വിയർപ്പ് ഒക്കെ, ചൂട് അനുഭവപ്പെട്ട് വിയർപ്പൊക്കെ വരിക. അപ്പോൾ ധാരാളം ഫാനും എ സി ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. പിന്നെ വജൈനൽ ഡ്രൈനസ് ഒക്കെ എന്ന് പറയും. അതായത് പെയിൻഫുള്ളായ സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക, വജൈനലിലൊക്കെ ഉള്ള സ്രവങ്ങളൊക്കെ കുറഞ്ഞു വരിക. അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളായ പോസ്റ്റ് മെനപ്പോസൽ ഓസ്റ്റിയോപോറോസിസ്, എല്ലുകളുടെ ബലക്ഷയം കുറയുക, അതുപോലെ ഈസ്ട്രജൻ്റെ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഓൺ ഹാർട്ട് ഇതൊക്കെ നഷ്ടപ്പെടുക ഇത്തരം സിംറ്റംസൊക്കെ പലപ്പോഴും സ്ത്രീകൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സാധ്യമായൊരു ഓപ്ഷനാണ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതായത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സിങ്ക്രണസ് ആയി തന്നെ അത്തരം രോഗികൾക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുന്നതോടെ ഉണ്ടാകുന്ന പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ ചൂടും, ഹോട്ട് ഫ്ലാഷസ്, മൂഡ് സ്വിങ്സ്, അതുപോലെ ചൂട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക, ഓസ്റ്റിയോപോറോസിസിൻ്റെ റിസ്ക് കുറയ്ക്കുക എന്നീ 2 ഗുണങ്ങളാണ് പ്രധാനമായും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നമുക്ക് എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാൻ പറ്റില്ല. പല പഠനങ്ങളും കാണിക്കുന്നത് മെനപ്പോസ് നിന്നതിന് ശേഷം ഒരു 10 വർഷത്തിനുള്ളിലായിട്ട് 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് നമ്മൾ ഇത്തരം ഡ്രഗുകൾ, ഈസ്ട്രജൻ പ്രൊജസ്ട്രോണായിട്ടുള്ള ഡ്രഗുകൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, പലപ്പോഴും പേഷ്യൻസിൻ്റെ മറ്റ് റിസ്കുകൾ, ബ്രസ്റ്റ് ക്യാൻസറിനുള്ള റിസ്ക്, എൻഡോമെട്രിയൽ ക്യാൻസറിനുള്ള റിസ്ക്, അല്ലെങ്കിൽ ത്രോംബോട്ടിക് റിസ്ക്, രക്തം കട്ടപിടിക്കാനുള്ള റിസ്ക് ഒക്കെ ഈസ്ട്രജൻ പോലുള്ള കോമ്പൗണ്ട്സ് കൂട്ടും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ സഹായം തേടിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് പോസ്റ്റ് മെനപ്പോസൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. പലപ്പോഴും മെനപ്പോസ് നിന്നതിന് ശേഷം നരകതുല്യമായി തീരുന്ന ജീവിതം പലർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റിലൂടെ ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ട് വരുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത ഹോർമോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു. Stay healthy. Follow for more.